അസ്സലാമു അലൈക്കും. ഇന്നൊരു തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഇന്ന് ഇഫ്താറും എന്താ പറയുക അത്താഴവും എല്ലാം പുറത്തുനിന്നേനു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പെരുന്നാളിൻ്റെ ഒരു ചെറിയൊരു ഷോപ്പിങ്. അപ്പോൾ ആ ഒരു ചെറിയ എന്താ പറയുക വിശേഷങ്ങളും. പിന്നെ ഞാൻ ഇന്നൊരു പുഡിംഗ് ആയിരുന്നു ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് ഇഫ്താറിനൊന്നും വീട്ടിലൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു പുഡിംഗ് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു അടിപൊളി ക്യാരറ്റ് പുഡിംഗ് റെഡിയാക്കി. പെരുന്നാളെല്ലാം വരെയല്ലേ, എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കാം. അപ്പോൾ അതിനിത് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ 2.5 കപ്പ് പാലൊഴിക്കുക. പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് തണുത്ത പാൽ, ഒരു 3-4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒന്ന് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്, എന്നാലും അറിയാത്തവരോ ട്രൈ ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ എന്തായാലും പെരുന്നാളിനെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഒരു പണിയും ഇല്ല, വീട്ടിലുള്ള 2 ക്യാരറ്റും പാലും മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ അതൊന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടിന്ന് മിൽക്ക് മെയ്ഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടാത്തവർക്ക് പഞ്ചസാര ഇടാം, പക്ഷേ മിൽക്ക് മെയ്ഡാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ അതെല്ലാം ഒന്ന് ടൈറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു 2 ഡ്രോപ്സ് വാനില എസൻസ് കൂടി വെച്ച് കൊടുക്കുക. വീണ്ടും നന്നായിട്ടുള്ള ഒന്ന് ഇളക്കി ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് വേറൊരു പാനിലോട്ട് 2 വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക. അപ്പോൾ ക്യാരറ്റിനും ഒരു മധുരം വേണമല്ലോ. അങ്ങനെ അത് കൂട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഈ ക്യാരറ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇതൊന്ന് എന്താ പറയുക ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ആവിയിലും വെച്ചിട്ടാക്കാം, പക്ഷേ ഇത് ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. എന്നിട്ട് ആ ക്യാരറ്റ് ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്കത് നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റേർഡിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതെല്ലാം ഈ ചെമ്പിൽ തന്നെ നമുക്കെല്ലാം മിക്സാക്കി എടുക്കാം. എന്നിട്ട് അത് എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് പുഡിംഗ് ഡിഷിലോട്ട് മാറ്റും. ഇത് ഭയങ്കര ഈസിയാണ്. എന്താ പറയുക, ഇത് കുറേ ഗസ്റ്റ് അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്. കുറേ ക്വാണ്ടിറ്റി ഉണ്ടാവും, വേറെ വലിയ പണിയൊന്നുമില്ല, കുറേ ഉണ്ടാക്കാനും പറ്റും. മറ്റ് ചോക്ലേറ്റ് അതിനേക്കാളൊക്കെ തിന്നാനും പിറ്റേന്നും എല്ലാം ഇതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവാനും. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം മിക്സ് ചെയ്ത് പിന്നെ നമ്മളിതൊരു പുഡിംഗ് ഡിഷിലോട്ട് മാറ്റുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിക്കുക. ഒരു 4-5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റായതിന് ശേഷം എടുക്കുക. പിന്നെ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്യാം, നട്ട്സോ ആൽമണ്ട്സോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇത് നല്ല തണുത്ത് സെറ്റായിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ള പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞാനിത് വൈകിട്ട് പുഡിങ്ങെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി പുറത്തിറങ്ങി. അങ്ങനെ ഇഫ്താറും നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ ഷോപ്പിങ്ങിനായി ഇറങ്ങിയത്. പിന്നെ ഡയറിയിലേക്ക് പോയി. അവിടെ ഇങ്ങനെ നെഫ്സൂക്കിലും പിന്നെ എന്തെങ്കിലും ഇങ്ങനെ കുഞ്ഞു സാധനം വാങ്ങിക്കാനും പിന്നെ സൽവാർ സ്റ്റിച്ച് ചെയ്യാനും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബെഡ് സ്പ്രെഡ് വേണമായിരുന്നു നമുക്ക്, കംഫർട്ട്, അതെല്ലാം നോക്കി. അത് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഞാനിതെടുത്ത് സൽവാറെല്ലാം ഒന്ന് തുന്നാനും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കയറിയപ്പോൾ പിന്നെ വെറുതെ ഒന്ന് ചുരിദാറെല്ലാം ഒന്ന് നോക്കി. പിന്നെ രാവിലെ സാധാരണ ഇടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സിമ്പിളായത് എന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം നോക്കി. അപ്പം അങ്ങനെ കയറിയ സ്ഥിതിക്ക് എന്തോ ഒന്നെടുത്ത് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരും ഒന്ന് കറങ്ങി. പിന്നെ അനിയത്തിയും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പിന്നെ ഈ ഇഫ്താർ കഴിച്ച് പിന്നെ നമ്മൾ പിന്നെ ഡിന്നറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ച് നേരെ നമുക്ക് വെറും സാധാ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് പോവാം. നോമ്പായതിന് ശേഷം നമ്മളങ്ങനെ ഒന്നും ചോറ് തിന്നിട്ടില്ലല്ലോ. പിന്നെ ഇത് നെഫ്സൂക്കിന്ന് സ്വീറ്റ് കോണെല്ലാം മേടിച്ചു. അവിടുത്തെ കോണ് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ചെരുപ്പ് നോക്കി അങ്ങനെ എന്തെല്ലോ സാധനങ്ങളെല്ലാം വാങ്ങിപ്പിടിച്ച് പിന്നെ നമ്മൾ കോഴിക്കോട് സ്റ്റാറിൽ പോയി കിസൈസിലുള്ള. അവിടെ എത്തി. വീക്കെൻഡ് അല്ലാതെ ഇരുന്നിട്ടും നല്ല ആളുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പോയതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. എന്നാലും അത്യാവശ്യം ആളെല്ലാം ഉണ്ടായിന്. അപ്പോൾ നമ്മൾ വിചാരിച്ച് വേഗം അത്താഴത്തിനുള്ളത് കുറച്ച് നേരത്തെ തന്നെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെറും ചോറായിരുന്നു, സാധാ ചോറുണ്ടല്ലോ, അതായിരുന്നു ഓർഡർ ചെയ്തത്. പിന്നെ ഞാനും അനിയത്തി അതായിരുന്നു കഴിച്ചത്. ബാക്കിയുള്ളവർക്ക് നെയ്ച്ചോറും ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു. അവിടുത്തെ മീൻ പൊരിച്ചത് ഭയങ്കര ടേസ്റ്റാണ്. മുമ്പ് നമ്മൾ വന്ന് കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ പൊരിച്ചെല്ലാം ഭയങ്കര സ്പൈസിയാണ്. അതാ അടുത്തൊരു മെയിൻ ഇത്. ചിക്കൻ പൊരിച്ച കൊണ്ടുവന്നപ്പോൾ തന്നെ കാലിയായി. പിന്നെ പ്രോൺസ് ഓർഡർ ചെയ്തു. എല്ലാം ഭയങ്കര ടേസ്റ്റായിരുന്നു, പക്ഷെ നല്ല സ്പൈസി ആയിരുന്നു. പിന്നെ അയക്കൂറ ഉണ്ടായിന്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ച് നല്ല എന്താ പറയുക റാഹത്തായിട്ട് തിന്നു. പിന്നെ അത് കഴിഞ്ഞ് നല്ലൊരു ചായ കുടിച്ചു. ചായ ഇല്ലാതെ എന്തല്ലേ. അങ്ങനെ ചായയും ജ്യൂസും എന്തെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അപ്പോഴേക്കിന് ലേറ്റായി. എല്ലാവരും വേഗം തിരിച്ചു പോകാൻ നോക്കി.
പിന്നെ വീട്ടിലെത്തുമ്പോഴേക്കും രാവിലെ ആകാനായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.